ഇതിൻ്റെ മൈലേജും ഇതിൻ്റെ ഒരു ഫ്യൂവലിൻ്റെ പ്രൈസും കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1 രൂപയ്ക്ക് 1 കിലോമീറ്റർ ഓടാൻ പറ്റും. അത് ഏതാണ് പൊട്ടിത്തെറിക്കുമെന്ന് ചോദിച്ചാൽ ഇത് പൊട്ടിത്തെറിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം ഓൺ ദ ഗോയിൽ നിങ്ങൾക്ക് വണ്ടി ഫ്യൂവൽ സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് CNGയിലാണ് കിടക്കുന്നത്. നമുക്കതൊന്ന് പെട്രോളോട്ട് സ്വിച്ച് ചെയ്യാം. കഴിഞ്ഞാൽ ഒരു വീട്ടിൽ അമ്മ, മോൻ, അച്ഛൻ, ഒരു കൊച്ചിറക്കനാണെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ എടുത്താൻ പറ്റും. അങ്ങനെ ഒരുപാട് യൂസൊക്കെ ഈ വണ്ടി എടുത്താൽ നിങ്ങൾക്ക് കിട്ടും. നമുക്കിന്ന് റിവ്യൂ ഉള്ളത് ബജാജിൻ്റെ ഫ്രീഡം 125 ബൈക്കാണ്. ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്. ഇതാണ് വേൾഡ്സ് ഫസ്റ്റ് CNG ബൈക്ക്. ഇതൊരു 125cc. ഇതിൻ്റെ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 9.5. വേണ്ട ഹോഴ്സ് പവർ ഒന്നും ഇതിനാരും നോക്കാറില്ല. ഇതൊരു പക്ക കമ്മ്യൂട്ടർ ബൈക്കാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. സാധാരണ ഒരു കമ്മ്യൂട്ടർ ബൈക്കിൻ്റെ കാര്യം നല്ല രീതിക്ക് സീറ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി 825 mm പഠിപ്പിച്ചതിൻ്റെ സീറ്റ് ആയിട്ടുണ്ട്. അതിന് കാരണം ഇതിൻ്റെ ഒരു CNG ടാങ്ക് സീറ്റിൻ്റെ അടിയിലാണ് വരുന്നത്. അവിടെ ഇത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ ഇടയ്ക്കൊക്കെ സൈഡിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നൈറ്റ് നിങ്ങൾക്ക് തുറന്ന് വിടേണ്ടി വരും. അപ്പോൾ ഇതൊരു ബൈഫ്യൂൽ വണ്ടിയാണ്. ഇതിൽ പെട്രോളും CNGയും രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ CNG ആണ് മെയിൻ ഫ്യൂവൽ. പെട്രോൾ നിങ്ങൾക്ക് ജസ്റ്റ് റിസർവ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യണം. കാരണം ഇതിൻ്റെ റേഞ്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് 1 ലിറ്റർ CNGയിൽ 126 കിലോമീറ്റർ ഓടാൻ പറ്റും. പെട്രോളിൻ്റെ മൈലേജ് ആണെങ്കിൽ ഇതിൽ 1 ലിറ്ററിന് നിങ്ങൾക്ക് കറക്റ്റ് 65 കിലോമീറ്റർ ഓടാൻ പറ്റും. ഇതൊക്കെ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജാണ്. കറക്റ്റായി ടെസ്റ്റ് ചെയ്താലേ അതൊക്കെ അറിയാൻ പറ്റും. എങ്കിലും ഏകദേശം 126 പറഞ്ഞാൽ ഒരു 110 കിട്ടണം. അപ്പോൾ ആ ഒരു നോക്കുകയാണെങ്കിൽ തന്നെ 126 × 2 + 65 × 2 ചുമ്മാ ഒരിക്കലൊക്കെ ഒന്ന് കൂട്ടിയേക്കാം. അപ്പോൾ തന്നെ വണ്ടിയുടെ ഒരു റേഞ്ച് മനസ്സിലാവും. പിന്നെ ഈ ഒരു സീറ്റ് ഇതിന് പ്രത്യേകത ഉണ്ട്. നല്ല രീതിക്ക് വൈഡാണ്. ഇത്രയും നീളമുള്ളൊരു സീറ്റ് നിങ്ങൾ വേറെ കാണാൻ വഴിയില്ല. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കുന്ന വീട്ടിലെ അമ്മമാർക്കാണെങ്കിൽ കൊച്ചുങ്ങളെയൊക്കെ കൊണ്ട് മടിയിലെടുത്ത് കഷ്ടപ്പെടുത്ത് പോകേണ്ട ആവശ്യമില്ല. ഒരു കൊച്ചിനെ സെൻറ്ററിൽ ഇരുത്താം, ഒരു കൊച്ചിനെ ഫ്രണ്ട് എടുത്തിട്ട് വേണമെങ്കിൽ ഇതിലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കാം. അമ്മ പാസമൊക്കെ ഇട്ട് കയ്യടി വാങ്ങി കഴിഞ്ഞാൽ വിജയമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പയ്യന്മാരുടെ കാര്യത്തിലോട്ട് കിടക്കാം. പയ്യന്മാരുടെ കാര്യത്തിലോട്ട് കിടക്കുകയാണെങ്കിൽ ഇവിടെ ഒരാൾക്ക് 2, 3, 4 പേരൊക്കെ ഇരുന്ന് വണ്ടിയിലേക്ക് ഇടലായിട്ട് പോകാം. അല്ലെങ്കിൽ തന്നെ 3 പേരൊക്കെ ഇരുന്നാണ് ട്രിപ്പിൾ ഫൈവ് തന്നെ പോകാനുള്ളത്. ഇതിൽ ഫോർബ്ലസ് അടിക്കാൻ നല്ലൊരു വണ്ടിയായിട്ട് തന്നെ പറയാം. പിടിച്ചാൽ അതിനനുസരിച്ച് പണിയും കിട്ടും. പിന്നെ എൻ്റെ സീറ്റ് ആയിട്ട് 825 mm ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് നിങ്ങളെ ഒട്ടും എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇതാണ് സീറ്റെന്ന് വെച്ചോ, ആ സീറ്റിൽ നിങ്ങളിങ്ങനെ ഇരിക്കും. അല്ല, അത് വേണ്ട, ഞാൻ കയറി ഇരുന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഈ സീറ്റ് കയറി ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഈ സീറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല രീതിക്ക് നാരോ ആണ്. അപ്പോൾ സീറ്റ് ആയിട്ട് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കാലൊക്കെ കറക്റ്റ് എത്തും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് കാര്യം നോക്കുകയാണെങ്കിൽ ഇത് ബൈഫ്യൂൽ വണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ ഒരു ഫ്യൂവലിൻ്റെ സ്വിച്ച് നമുക്ക് ഓൺ ദ ഗോയിൽ തന്നെ മാറ്റാം. ഞാൻ കീ ഓൺ ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഓൺ ചെയ്യുമ്പോൾ ഇത് കിടക്കുന്നതെന്ന് വെച്ചാൽ CNGയിലാണ് കിടക്കുന്നത്. ഇപ്പോൾ CNGയുടെ അളവും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ അത് സ്റ്റാർട്ടാക്കിയിട്ട് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഓൺ ദ ഗോയിൽ തന്നെ ചേഞ്ച് ചെയ്ത് എനിക്ക് പെട്രോളോട്ട് കൺവേർട്ടും ചെയ്യാം. നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇപ്പോൾ CNGയിലും പെട്രോളിലും എക്സോസ്റ്റ് നോട്ട് എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന എക്സോസ്റ്റ് നോട്ട് പെട്രോളിൽ എക്സോസ്റ്റ് നോട്ടാണെന്ന് കേൾപ്പിക്കാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ പെട്രോളിലുള്ള എക്സോസ്റ്റ് നോട്ട്. ഇന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നത് ഇതിൻ്റെ CNGയിലുള്ള എക്സോസ്റ്റ് നോട്ടാണ്. വണ്ടി ഓഫായി. പെട്രോൾ വളരെ കുറവുണ്ടായിരിക്കും ഓഫായത്. എന്തായാലും ഇതാണ് ഇതിൻ്റെ CNG എക്സോസ്റ്റ് നോട്ട്. അപ്പോൾ എക്സോസ്റ്റ് നോട്ടിലും കാര്യങ്ങളൊന്നും വ്യത്യാസമൊന്നുമില്ല ഇതിൽ. പിന്നെ ഇതിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഈ ഒരു വേരിയൻറ്റിലില്ല. ഇതിൻ്റെ അടുത്ത വേരിയൻറ്റിൽ എന്തായാലും ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. നിങ്ങൾക്ക് ഓടിക്കുന്ന സമയത്താണെങ്കിലും ഈ മോഡ് മാറ്റി അടിക്കാൻ പറ്റും. CNG ടാങ്ക് ഈ ഒരു സീറ്റിൻ്റെ അടിയിലാണ് വരുന്നത്. ഇതിലൊരു ടെലിഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ CNG ടാങ്കിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമ്പോൾ ലൈറ്റ് വെയ്റ്റും കുറച്ചുകൂടെ സ്ട്രോങ്ങും ആയിരിക്കും. ഈ ഒരു സാധനം പൊട്ടിത്തെറിക്കുമെന്ന് ചോദിച്ചാൽ ഇത് പൊട്ടിത്തെറിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം ബജാജിൻ്റെ പുറത്തൂടെ ലോറിയൊക്കെ കയറ്റി ഇറക്കി ഒരുപാട് ടെസ്റ്റിംഗ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലും പൊട്ടിത്തെറിക്കാത്ത സാധനം പൊട്ടിത്തെറിക്കണമെങ്കിൽ അത്രയും വലിയൊരു ആക്സിഡൻറ്റിലായിരിക്കണം നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇത് പൊട്ടിത്തെറിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്തായാലും മുകളിലോട്ട് എത്തിക്കാനും. അപ്പോൾ പിന്നെ അത് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിലൊരു ലിങ്ക്ഡ് ടൈപ്പ് മോണോഷോക്കാണ് വരുന്നത്. നമ്മുടെ ഹിമാലയനിലും കാര്യങ്ങളൊക്കെ വരുന്ന പോലെ. പിന്നെ ഇതിൽ കിക്കറുണ്ട്, അതേപോലെ സെൻട്രൽ സ്റ്റാൻഡുണ്ട്. ഇതിന് മൊത്തം 3 വേരിയൻ്റ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന സെക്കൻഡ് വേരിയൻ്റാണ്. ജസ്റ്റ് ഒരു ഉണ്ണി വെച്ച്, മറ്റേ അണ്ണൻ നബി സിനിമയിലൊക്കെ ഒരു ഉണ്ണി വെച്ച അപ്പു അല്ലെങ്കിൽ മറ്റൊന്ന് പറയുന്ന പോലെയാണ് ഇതിൻ്റെ കാര്യം. ഈ ഒരു വേരിയൻറ്റ് സെക്കൻഡ് വേരിയൻ്റാണ്. ഇതിൽ നിന്ന് LED ലൈറ്റ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വേരിയൻ്റ് ആവും. പിന്നെ ടോപ്പ് വേരിയൻ്റ് ആവണമെങ്കിൽ എൻ്റെ കൂടെ ജസ്റ്റ് ഒരു ഡിസ്ക് ബ്രേക്ക് കൂടെ കയറ്റിക്കഴിഞ്ഞാൽ ടോപ്പും ആവും. ഇതിൽ ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. എങ്കിലും ഈ ഒരു പീസൊക്കെ വെച്ച് ഇതിനെ കുറച്ചുകൂടി ബൾക്കായിട്ട് ചെയ്ത് ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ ചെറുതായിട്ടൊരു മോണോഷോക്ക് പോലെ നമുക്ക് തോന്നും. ഇത് CNG എഞ്ചിനായിട്ട് തന്നെ കുറച്ചുകൂടെ ഹീറ്റൊക്കെ ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു എഞ്ചിൻ കുറച്ചുകൂടെ ചരിച്ചാണ് വെച്ചേക്കുന്നത്. ബെറ്റർ ലൂബ്രിക്കേഷനും ഹീറ്റ് ഡിസിപ്പേഷനും ഒക്കെ ആയിട്ട്. വേറൊരു കാര്യമുണ്ട്, ഇവിടെയായിട്ട് 2 ലഗേജിൻ്റെ ഹൂക്ക് 4 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫ്രണ്ട് ഇരുന്നാൽ എനിക്കൊന്നൊരു ഗ്യാസ് കുറ്റിയൊക്കെ എടുത്ത് നേരെ കൊണ്ട് ഇവിടെ വെച്ചിട്ട് ഹൂക്കൊക്കെ ഇട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അത്രയും രീതിക്ക് വൈഡായിട്ടുള്ള സീറ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു 4 പേർക്കൊക്കെ ഇരുന്ന് കൂളായിട്ട് പോകാൻ പറ്റും. ഈ ഒരു വണ്ടി ആരും പവർ നോക്കിയൊന്നും ആയിരിക്കില്ല എന്തായാലും എടുക്കുന്നത്.
ജസ്റ്റ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ജോലിക്ക് പോകേണ്ട ആൾക്കാർക്കായിരിക്കും ഇതെടുക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ വലിയ CC വണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഓടാൻ പൈസ ഇല്ലാതെ സൈഡായിട്ട് ഓടാൻ വേണ്ടിയുള്ള മാർഗ്ഗം വണ്ടി എടുക്കുന്നത്. പവറൊന്നും ഓരോ എടുക്കണ്ട, പക്ഷേ എടുത്തു കഴിഞ്ഞാൽ പക്ക ഓർത്താണ്. എൻ്റെ ഈ ഒരു ടാങ്കിൻ്റെ ക്യാപ്പ് ഞാൻ തുറന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ CNG ടാങ്ക്, ഇതാണ് പെട്രോളിൻ്റെ ടാങ്ക്. 2 കിലോയുടെ CNG ടാങ്കും 2 കിലോ ലിറ്ററിൻ്റെ പെട്രോൾ ടാങ്കാണ് ഇത് വരുന്നത്. അതിൻ്റെ കമ്പൈൻഡ് മൈലേജ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളൊന്ന് ജസ്റ്റ് കൂട്ടി നോക്കിയാൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ പുറത്ത് ലോഡും കാര്യങ്ങളൊന്നും വരുത്തരുത്. മാക്സ് ലോഡ് 5 kg തന്നിട്ടുണ്ട്. പിന്നെ കൺട്രോൾസൊക്കെ വെറും ബേസിക്കാണ്, ഡിം ബ്രൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ചാർജിങ് ബോട്ട് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു മൈലേജും കാര്യങ്ങളൊക്കെ കമ്പനി പറയുന്ന അത്രയാണെങ്കിലും ചെറിയ പ്രശ്നമുണ്ട്, കാരണം CNG എല്ലാ സ്ഥലത്തും അവൈലബിൾ അല്ല. ഇപ്പോൾ ഇവിടെ ഈ ലൊക്കേഷൻ തന്നെ വാങ്ങുന്നിടത്ത് മാത്രമാണ് എനിക്ക് അറിയാവുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് വരില്ല, കാരണം റിസർവിൽ പെട്രോളുണ്ട്. അത് വെച്ച് 65 മൈലേജ് എങ്കിലും 65 130 കിലോമീറ്റർ പോകാൻ പറ്റും. 130 കിലോമീറ്ററിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു CNG പമ്പ് കാണും. അപ്പോൾ പെട്രോൾ ഇതിലൊരു സൈഡായിട്ട് കൊടുത്തേക്കുന്നത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഈ ഒരു ടെലിഫ്രെയിമിൻ്റെ കൂടെ തന്നെ വന്നിട്ട് ഈ ഫ്രണ്ടിൽ ഈ ഒരു ഇത് കൊടുത്തിട്ട് വണ്ടി അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കൊടുത്തേക്കുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ബൈക്കിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് വെയിറ്റ് കൂടുതലാണ്, 158 കിലോ അടുപ്പിച്ച് വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതെടുത്ത് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ അമ്മ, മോൻ, അച്ഛൻ, ഒരു കൊച്ചിറക്കനാണെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ എടുത്താൻ പറ്റും. അങ്ങനെ ഒരുപാട് യൂസൊക്കെ ഈ വണ്ടി എടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ മൈലേജും ഇതിൻ്റെ ഒരു ഫ്യൂവലിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1 രൂപയ്ക്ക് 1 കിലോമീറ്റർ ഓടാൻ പറ്റും. അത് ഇലക്ട്രിക് ബൈക്കിനൊക്കെ വളരെ വലിയൊരു അടിയായിരിക്കും. ഇനി ഇത് ഓടി റോഡിലേക്ക് ഇറങ്ങി ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ അത് പറയത്തുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് തന്നെ എനിക്ക് വണ്ടി ഇപ്പോൾ റിവ്യൂവിന് തന്ന കല്ലിങ്കൽ ബജാജിന് ഒരു വലിയ താങ്ക്സ് ഉണ്ട്. അപ്പോൾ അവരെ കോൺടാക്ട് നമ്പർ ഇങ്ങനെയൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കും. അവിടെ തന്നെ ഇപ്പോൾ ബുക്കിങ്ങും ടെസ്റ്റ് ഡ്രൈവും എല്ലാം അവൈലബിൾ ആണ്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്ത് ഓടിച്ച് നോക്കാനും ബുക്ക് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൊടുത്തേക്കാം. ഇനി നമുക്ക് വണ്ടിക്ക് കാര്യങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. പിന്നെ ഓട്ടിക്കാനും കാര്യങ്ങളും ഈ വണ്ടി പവർ നോക്കിയല്ല എടുക്കുന്ന ഒരു കമ്പ്യൂട്ടർ ബൈക്കാണ്. ഒരു കമ്പ്യൂട്ടർ ബൈക്കിന് ആവശ്യമുള്ള പവറും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇതിൽ ഓൺ ദ ഗോയിൽ നിങ്ങൾക്ക് വണ്ടി ഫ്യൂവൽ സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് CNGയിലാണ് കിടക്കുന്നത്, നമുക്കതൊന്ന് പെട്രോളോട്ട് സ്വിച്ച് ചെയ്യാം. കുഴപ്പമില്ല, വണ്ടി ഓഫാവാതെ തന്നെ ഓടിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ചെറിയൊരു ലാഗ് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്വിച്ചിങ് ടൈമിൽ, അത് കുഴപ്പമില്ല. പിന്നെ മിറേഴ്സിന് ഞാനൊക്കെ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ആണുള്ളത്. എൻ്റെ ബാക്കിൽ വലിയ ലോറി വരുന്നുണ്ട്. പിന്നെ ഇതിൽ കാറ്റ് ചെറുതായിട്ട് പിടിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അത് ഈ ചെറിയ CC കമ്പ്യൂട്ടർ ബൈക്കിനൊക്കെ നോർമലായിട്ടുള്ളതാണ്. പിന്നെ ഇത് കുറച്ച് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് അല്ല, അതുകൊണ്ട് തന്നെ ഇല്ല ഡിസ്പ്ലേയിലൊക്കെ കുറച്ച് കാലം വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഗിയർ പുഷിൽ ഇൻഡിക്കേറ്റർ, ആവറേജ് മൈലേജ്, ലൈവ് മൈലേജ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഡിസ്ക് വേരിയൻ്റ് എടുക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടും കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഇതിലിപ്പോൾ ബ്രേക്ക് അങ്ങ് തുമ്പത്ത് പിടിച്ചാലേ ചെറുതായിട്ടെങ്കിലും എനിക്കിപ്പോൾ കിട്ടുന്നുള്ളൂ. പക്ഷേ ബ്രേക്ക് ഉണ്ട്, ഡ്രം ബ്രേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞുതരാം. ഈ വണ്ടിയെല്ലാം കിൽ സ്വിച്ച് ഒന്നുമില്ല, ജസ്റ്റ് കീട്ട് ഓൺ ആക്കുക, സ്റ്റാർട്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ചുമ്മാ ചാനൽ കണ്ടുകൊണ്ട് നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാൻ പറയത്തതിൻ്റെ കാര്യം ആരും ഷെയറൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റുമെങ്കിൽ ചെയ്താൽ മതി. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്കെങ്കിലും ഒന്ന് അമർത്തിയേക്കണം, അത് വളരെ ഒരു ഹെൽപ്പായിരിക്കും. നമുക്കിനി ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കാം. എല്ലാവരും ഇതിൻ്റെ ഷോറൂം പ്രൈസ് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് പറയാമെന്ന് വിചാരിച്ചു. കേരളത്തിലെ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തെ പ്രൈസ് ചില സ്ഥലങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് ഷോറൂമിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ പ്രൈസ് പറയാൻ മറന്നുപോയത്. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഇതിൻ്റെ ഏറ്റവും ലോവർ വേരിയൻറ്റ് വരുന്ന 1,19,000, ഈ ഒരു വേരിയൻറ്റിന് വരുന്ന 1,32,000. ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള ഡിസ്ക് വരുന്ന വേരിയൻറ്റിന് വരുന്ന പ്രൈസ് 1,38,000 ആ ഒരു പ്രൈസിന് ഇത് പക്കാ ബോട്ടായിരിക്കും. കാരണം ഇലക്ട്രിക് വണ്ടികളൊക്കെ ഇപ്പോൾ അവർക്ക് തോന്നിയ രീതിയിലാണ് പ്രൈസും കാര്യങ്ങളൊക്കെ കൂട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻസിലൂടെയും എൻ്റെ ഇൻസ്റ്റ കൂടെയൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എൻ്റെ ഇൻസ്റ്റ ലിങ്കുകളൊക്കെ എൻ്റെ അക്കൗണ്ട് ബയോത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് കിളിമാനൂർ കല്ലിങ്കൽ ബജാജിൻ്റെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അവിടുത്തെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ബുക്കിംഗും എല്ലാം ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഇത് CNG ആണ്. ഇത് കമ്പഷൻ ആയിട്ട് റിലീസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും. പക്ഷേ ഈ ടാങ്കിൽ നിന്നൊക്കെ ഡയറക്റ്റ് ലീക്കായി കഴിഞ്ഞാൽ മീഥേൻ ഗ്യാസാണ്, അതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ്. അത് വെളിയിൽ പോയിട്ട് നമ്മൾ അന്തരീക്ഷം ചെന്നിട്ട് ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കുകയും അതിലൂടെ ഗ്ലോബൽ വാർമിങ്ങിലൂടെ നമ്മൾ ഐസൊക്കെ അറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അത് ഒരു വണ്ടിയിൽ നിന്ന് മാത്രമല്ല കുറേ വണ്ടിയിൽ നിന്നുള്ള ഇതായിരിക്കും ഞാൻ പറഞ്ഞത്. ഈ ഇലക്ട്രിക് വണ്ടികളൊക്കെ എന്തുമാത്രം പൊല്യൂഷൻ ഫ്രീ ആണെന്ന് നമ്മൾ പറഞ്ഞാലും അതിൻ്റെ ബാറ്ററിയൊക്കെ ഉണ്ടാക്കാനും അല്ലാതെ ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് കോളൊക്കെ കത്തിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം കണക്കാണ്. ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി നമ്മൾ അന്തരീക്ഷം പൊല്യൂട്ട് ആവുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് CNG ഒരു ബെറ്റർ ആൾട്ടർനേറ്റീവ് തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. 4-5 പേരേക്ക് ഇരുത്തി ലോക്കൽ ഓട്ടത്തിന് എന്തുകൊണ്ട് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പിന്നെ ഈ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനാണ് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിലെ മീറ്റർ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടായിരുന്നു. ലോങ്ങൊക്കെ പോകാൻ കൊള്ളാമോ എന്ന് വെച്ചാൽ അതൊക്കെ ഓരോരുത്തര മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. അല്ലാതെ എന്ത് പറയാൻ, ഒരു കമ്പ്യൂട്ടർ ബൈക്കാണ്. ഒരു കമ്പ്യൂട്ടർ ബൈക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കൊള്ളാം.
എന്തായാലും മിക്കവാറും ഇതൊരു ഇലക്ട്രിക് ബൈക്കിൻ്റെ ഒരു ചെറിയ അടിയായിട്ടൊക്കെ കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ട് ബമ്പിലൊന്നും തട്ടേണ്ട ആവശ്യം ഉള്ള പേടിയൊന്നും നിങ്ങൾക്ക് വരുന്നില്ല.